ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്ക് ഹൈക്കോടതിയുടെ വിമർശനം. കുറ്റപത്രം നൽകാത്തതിനെ വിമർശിച്ച് ഹൈക്കോടതി പ്രതികൾക്ക് എങ്ങനെ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നു എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. രാഗിൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. രാഗിൻ, പ്രധാനപ്പെട്ട ചോദ്യമാണ്, പൊതുസമൂഹം ഉന്നയിക്കുന്ന ചോദ്യമാണ്, രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യമാണ്. എന്തുകൊണ്ട് സ്വാഭാവിക ജാമ്യം 90 ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ല എന്ന് എങ്ങനെയാണ് കോടതി ചോദിക്കുന്നത്? അതായത് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി നൽകിയ ഒരു പെറ്റീഷനുണ്ട്. അതായത് തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയിട്ടുള്ള പെറ്റീഷനാണ്. ആ പെറ്റീഷനാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഇപ്പോഴും ആ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കേസ് പരിഗണിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് പൊടുന്നനെ ഹൈക്കോടതി ഈ ചോദ്യം ചോദിച്ചത്. അതായത് SITക്ക് ഇത് വിമർശനമാണ്. എന്തുകൊണ്ടാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ഇത് സീരിയസ് മാറ്ററാണ് എന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ പ്രതികൾക്ക് ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യത്തിൽ പോകാനുള്ള അവസരം ഉണ്ടാകരുത്, അത് തടയേണ്ടതാണ്. അതുകൊണ്ട് കുറ്റപത്രം എന്തുകൊണ്ട് ഫയൽ ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് കോടതി പ്രധാനമായും ചോദിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം കോടതി പറഞ്ഞത് ഈ ഡിഫോൾട്ട് ബെയിലിന് അവസരം പാടില്ല എന്ന കാര്യവും കോടതി വാക്കാൽ പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളൊക്കെ തന്നെ ഏകദേശം 90 ദിവസം ആവുകയാണ്. ഇപ്പോൾ ഫെബ്രുവരി ആദ്യം തന്നെ ആ ഡേറ്റ് കട്ട് ഓഫ് ഡേറ്റ് ആകും. ആ ഘട്ടത്തിൽ പ്രതികളെല്ലാം ജാമ്യത്തിൽ പോകുന്ന വിശേഷത്തെ കുറിച്ചാണ് കോടതി ഗൗരവമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുരാരി ബാബു ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യം കിട്ടി ജയിലിന് പുറത്തിറങ്ങിയിരുന്നു 2 കേസിലും. ഈ പശ്ചാത്തലമടക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. മറ്റൊരു കാര്യവും കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ബെയിൽ കിട്ടി പോകുന്ന അവസ്ഥ അത് പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് വിൽ ഹാവ് ഡൗട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ. അന്വേഷണത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് വലിയൊരു സംശയം തോന്നും, സംശയത്തിനിടയാക്കും എന്ന കാര്യമാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യൂ എന്ന കാര്യമാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ അന്വേഷണത്തിൽ തന്നെ വിവിധ തലങ്ങളുണ്ടല്ലോ എന്നതടക്കമുള്ള കാര്യങ്ങളും കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മുൻപ് കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് SITക്ക് മുൻപും ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ സ്വാഭാവിക ജാമ്യം കിട്ടുന്ന സ്ഥിതിവിശേഷം അത് പലരും ഇത്തരത്തിൽ ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. SITക്ക് മേൽ സമ്മർദ്ദമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ ആരോപണമായൊക്കെ വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതി അതായത് ഈ പങ്കജ് ഭണ്ഡാരി നൽകിയിട്ടുള്ള ഒരു പെറ്റീഷനുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ സ്വാഭാവിക പങ്കജ് ഭണ്ഡാരിയുടെ കേസ് ഒരു പെറ്റീഷൻ പരിഗണിക്കുന്ന ഒരു സമയത്താണ് കോടതി ഇങ്ങനെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചിരിക്കുന്നത്. കുറ്റപത്രം നൽകാത്തത് എന്തേ എന്ന് നമ്മളെല്ലാം ചോദിച്ച ചോദ്യമാണ്. എന്ത് ലോജിക്കാണ് ഇതിലുള്ളത്? കാരണം 90 ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ സ്വാഭാവികമാണ്, സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ഉള്ളപ്പോൾ 90 ദിവസത്തിനകം ജാമ്യം ആ വിചാരണ കോടതിക്ക് നൽകിയേ മതിയാവൂ. അതാണ് കൊല്ലം കോടതി ഈ പ്രതികൾക്കൊക്കെ അനുവദിച്ച് നൽകുകയും ചെയ്തത്.